ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ വളരെ അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. നമുക്ക് ഓരോ സിനിമയും കാത്തിരിക്കാൻ ഓരോ പ്രതീക്ഷയ്ക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സുഷിൻ ശ്യാമിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടതായിരുന്നു. അതായത് മലയാള സിനിമയെ തന്നെ മറ്റൊരു ഗതിയിലേക്ക് മാറ്റാൻ സാധ്യതയുള്ള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല പുള്ളിക്കാരൻ ഇതിൽ മ്യൂസിക് ചെയ്തപ്പോൾ വളരെയധികം ഫ്രീഡം എടുത്ത്, എന്നാൽ ഒരുപാട് സമയം എടുത്ത് മൂപ്പർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറി മറ്റൊരു സ്റ്റൈൽ പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പറവ ആ ടീമിന്റെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് 42 ആണുള്ളത്. സോ കണ്ടോക്കാം. റെഡി. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? പറവ ഫിലിംസ്. டெவில்ஸ் கிச்சன். ഡെവിൾസ് കിച്ചൺ. சாத்தானின் அடுக்கரை. മഞ്ഞുമല്ല ടീംസാ എടാ നമ്മൾ ടൂർ ഫിക്സ് ആക്കണം. കൊടൈക്കനാലാണ്. ശരിട്ടോ, മ്യൂസിക് പൊളിയാ. BGM. അதையும் தாண்டி புனிதமானது. സുഷിൻ ശ്യാം മ്യൂസിക്കൽ. பிடிச்சே நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. ஆமா, எந்த குழி? குணா கேவல. இது குணா கேவா? நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒன்னும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கண்ணு கொடுக்குறீங்களா? ஒரு சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியல. உங்களால என்ன தம்பி பண்ண முடியும்? ദൈവം എന്നൊക്കെ പറഞ്ഞ ഈ മോളിന്നൊക്കെ ഒരു വെളിച്ചില്ലേ? ശേ, അവരിവിടെ കളഞ്ഞിട്ട് വരാനാണ് നിങ്ങൾ പറയുന്നത്? மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. ചിദംബരം. എന്താ രസം ഫ്രെയിം. தாண்டி புனிதமானது. റോസ്. മാൻ, ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സാധനമേ അല്ല കേട്ടോ. അതായത് ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴേ ഒരു എന്താ പറയാ, ഈ അതിന്റെ പേരെന്തായിരുന്നു, ക്ലാസ്മേറ്റ്സ് ഒക്കെ പോലെ കുറെ കാലം ശേഷം ഇവരൊക്കെ കൂടിച്ചേർന്ന ഫ്രണ്ട്സ്, അവരുടെ ആ രസം, ആ കൂടിച്ചേരലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആ ഒരു എന്റർടൈനിങ് അല്ലെങ്കിൽ ഭയങ്കര കോമഡി സാധനങ്ങൾക്കൊക്കെ അപ്പുറം മ്യൂസിക് ഫുൾ ത്രൂ ഔട്ട്, തുടക്കം മുതൽ ഈ 2 മിനിറ്റ് 47 മുഴുവനും ആ ഒരു സസ്പെൻസ് ആയിട്ടുള്ള, ഡ്രമാറ്റിക് ആയിട്ടുള്ള, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു മ്യൂസിക് ആണ്. ഒരു ഹൊറർ ടൈപ്പ് അല്ലെ, ഒരു സസ്പെൻസും ഹൊററും കൂടി മിക്സ് ചെയ്ത ടൈപ്പ് ഒരു. കാരണം ആ ഡയലോഗും അവർ പറയുന്ന സംഭവം, ആ ഡെവിൽസ് കിച്ചൺ എന്ന് പറയുന്നതും ആ സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് ഡെവിൽസ് കിച്ചൺ ആണെന്ന് പറയുന്നു. അങ്ങനെ ദൈവം എന്താണ് ചോദിക്കുന്നത്. അപ്പൊ അത് ഒരു ഹൊറർ ഫീൽ എവിടെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നടക്കുന്നത് തോന്നുന്നത് ഈ ഡെവിൽസ് കിച്ചൺ എന്ന് പറഞ്ഞ ആ ഒരു ഇടയുണ്ടല്ലോ, ഒരു കേവ്, അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നതാണ് എന്നാണ് തോന്നുന്നത്. ശ്രീനാഥ് ബാസിയെ കുട്ടേട്ട എന്ന് വിളിക്കുന്ന അല്ലെ, ആ സമയത്ത് പുള്ളി അവിടെ കുടുങ്ങിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ പുള്ളി അവിടുന്ന് പുറത്തേക്ക് വിളിക്കുകയാണ്. സോ അങ്ങനെ കുറെ ആളുകൾ, ആരൊക്കെ 1-2 ആളുകൾ ചിലപ്പോൾ കുടുങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ അത് ഭയങ്കര സംഭവം കേട്ടോ. ഇതിന്റെ താഴെ കമന്റിൽ വന്നിട്ടുണ്ട്, ഇത് ഞങ്ങൾ മഞ്ഞുമൽക്കാരുടെ ചങ്കൂറ്റത്തിന്റെ കഥ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നടന്ന സംഭവമാണോ എനിക്കറിയില്ല, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നോ ട്രൂ സ്റ്റോറി എന്നോ കൊടുത്തോന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം മൊത്തത്തിൽ ആ ഒരു മ്യൂസിക്കാണ് ഇങ്ങനെ തലക്കുള്ളിൽ കിടക്കുന്നത്. ആ ഒരു ശരിക്കും ഒരു സസ്പെൻസും ഹൊററും ഒക്കെ കൂടി ചെന്നിട്ടുള്ള ആ ഒരു മ്യൂസിക് വൈസ് സുഷിൻ ശ്യാം പറഞ്ഞ പോലെ ഒരു ഡിഫറെന്റ് സംഭവം പുള്ളി നോക്കിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ സംഭവം പുള്ളി നോക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യം ആ കുട്ടി ഇരിക്കണത്, ആ കുട്ടി ആ
ഡപ്പ അതിനെന്താ പറയാ, അതിന്റെ ഉള്ളിൽ നിന്ന് എണീക്കുന്ന സമയത്ത് വേറെ ഏതോ ഒരു കാട്ടിൽ പെട്ട പോലെ ഒരു സംഭവം, അങ്ങനെ ആ ഒരു മിസ്റ്ററി അല്ലെ, ആ ഒരു ഫീൽ അവിടെ കിടക്കുന്നുണ്ട്, ആ സസ്പെൻസും സാധനം അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് നമുക്ക് കംപ്ലീറ്റ് പിടുത്തം തരാതെ, അത് ഇതൊരു ഹൊറർ ടൈപ്പ് ഇങ്ങനെ അത് സംഭവിച്ച് അങ്ങനെ എത്തിയതാണോ, അതോ അതിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആൾക്കാരെ കൊടുങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാധാരണ ഈ ടൂർ പോകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, പുഴയിൽ ചാടരുത് എന്ന് പറഞ്ഞാൽ പുഴയിൽ ചാടും, അല്ലെങ്കിൽ പോകരുത് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ ഒരു പ്രേതക്കോട്ട പോലത്തെ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇതൊക്കെ അരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗ്യാങ് ആയിട്ട് കൂടുന്ന സമയത്ത് അങ്ങനെ അവിടെ പോവാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് അറിഞ്ഞുകൊണ്ട് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പോലീസുകാരൻ നല്ലാണ്ട് പെടപടച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പാടാത്ത സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ഇവിടെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കറക്റ്റ് സംഭവം അതല്ലെങ്കിലും. സോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്, ഞാൻ ഉദ്ദേശിച്ച ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പറവ ടൈപ്പ് കോമഡി കൂടുതലായിട്ടും വന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും വിചാരിച്ചു. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു സസ്പെൻസ് മോഡിൽ പോകുന്ന ഒരു കഥയാണെന്നാണ് തോന്നുന്നത്. സംഭവം വെറൈറ്റിയാണ്. ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ ഒരു പുതിയൊരു ഫീൽ ആണല്ലോ, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഇത്തരത്തിലുള്ള സർവൈവൽ ടൈപ്പ് സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിലേക്ക് ഈ ഹൊററും മറ്റു സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വേറൊരു ഫീൽ കിട്ടാറുണ്ട്. അപ്പൊ എന്തായാലും ഒരു പുതുമ ഉണ്ടാവും തോന്നുന്നുണ്ട്. പിന്നെ ഇതിലെ ഓരോ ആളുകളുടെയും ആക്ടിങ് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പുള്ളിന്റെ പേരെന്താണ്, പുള്ളിന്റെ ഇവിടേക്ക് ആ വെള്ളം ഒറ്റുന്ന സമയത്തുള്ള ഒരു നോക്കി നിൽക്കുന്ന സാധനവും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡയലോഗുകളും, ആ ഡയലോഗിൽ വരെ ഈ സസ്പെൻസ് ഇങ്ങനെ നിർത്തിയിട്ടാണ് ഡയലോഗ് പറയുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. ഈ ഫെബ്രുവരിയിൽ തന്നെയാണ് സിനിമ. ഡേറ്റ് കൊടുത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, കൊടുത്തിട്ടില്ല. ഇവർ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പോസ്റ്ററിൽ ഡേറ്റ് വന്നില്ല, ഇൻ ഫെബ്രുവരി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എക്സാക്ട് ഇന്ന ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സോ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. കാണാം. കാണുന്നവരെ